ഈ അടുത്ത കാലത്ത് ഒരു ഭജനം നടത്തി. അത് അമ്പലത്തിൽ ക്രിസ്ത്യാനികളുടെ പാട്ട് എന്തിനു പാടി എന്നാണ് ടീച്ചർ പറഞ്ഞത്. എല്ലാവരും തെറ്റിദ്ധരിച്ചു. അമ്പലത്തിലല്ല പാടിയത്, പള്ളിയിലാണ് പാടിയത്. പള്ളിക്കാരും അമ്പലവാസികളും അടുത്തടുത്തുള്ളവർ വളരെ മതസൗഹാർദ്ദത്തിൽ കഴിയുമ്പോൾ അവർക്ക് വേർതിരിവില്ല, മതസൗഹാർദ്ദമാണ്. അതിൻ്റെ ഭാഗമായി അവർ പള്ളിമുറ്റത്ത് ഒരുക്കിയിരുന്ന ആ വേദിയിൽ നാനാജാതി മതസ്ഥർ വന്ന ആ വേദിയിൽ അവർ പാടിയതാണ്. അതിൽ തെറ്റില്ല ടീച്ചറെ. പ്രിയപ്പെട്ട നന്ദഗോവിന്ദം ഭജൻകാർ അവിടെ ഇരുന്ന വ്യക്തികളോടും കമ്മിറ്റിക്കാരോടും സമ്മതം ചോദിച്ചിട്ടാണ് ക്രിസ്ത്യൻ പാട്ട് അവതരിപ്പിച്ചത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോൾ ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ ഭജന നടക്കുമ്പോൾ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട്, അത് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്കിന് അവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടി ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളുടെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലേ? കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് അവർ പാടുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അത് പള്ളിമുറ്റത്ത് പാടിയ അവർ എന്തിനാണ് ടീച്ചറെ ഇങ്ങനെയൊക്കെ ബഹളം വെച്ചത്? ഒരു സ്നേഹമായിട്ട് പോകുന്നതല്ലേ നല്ലത്? ക്രിസ്ത്യാനികൾ അവരുടെ കുട്ടികൾക്ക് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? ശരിയല്ല ടീച്ചറെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം അവർക്ക് തമ്മിൽ സ്നേഹമുണ്ട്, പിന്നെ എന്തിനാ അവരെ വേർപിരിക്കണം? ആ സ്നേഹം തുടർന്നു പോകട്ടെ ടീച്ചറെ. അമ്പലത്തിനകത്തല്ല ക്രിസ്ത്യാനികളുടെ പാട്ട് പാടിയത്. മാത്രമല്ല പാടിയ ആള് ആ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ആ കുട്ടിയുടെ അധ്യാപകർ അവിടെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ് അവിടെ പാടിയത്. ടീച്ചർ അതൊന്നും പറഞ്ഞില്ല. ടീച്ചർ നാട്ടുകാരെ പറ്റിച്ചു. ടീച്ചർ പറഞ്ഞത് എന്താണ്? അമ്പലത്തിൽ ക്രിസ്ത്യാനികളുടെ പാട്ട് പാടി എന്നാണ്.